ഹലോ, ഇന്ന് ഞാൻ നട്ട കുറച്ച് പച്ചക്കറികളുടെ വിളവെടുപ്പ് കണ്ടാലോ. ഇത് കാട്ടുപാവലാണേ. അത് അത്യാവശ്യം നന്നായിട്ട് പടർന്നിട്ടുമുണ്ട്, കായ്ച്ചിട്ടുമുണ്ട്. കാണാതെ കിടന്ന് ഇടയ്ക്ക് പഴുത്തൊക്കെ പോകും. ഒരുപാട് ഔഷധ ഗുണമൊക്കെ ഉള്ളതാണ് ഈ പാവയ്ക്ക. കയ്പ്പ് ഒട്ടുമില്ല. നമ്മൾ തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു പാവയ്ക്ക പോലെ കയ്പ്പൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ വലിപ്പം തീരെ കുറവാണ്. ഇതാണ് ഇതിൻ്റെ മാക്സിമം വലിപ്പം. ഇതിലും ചെറിയ കായ്കളൊക്കെയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇത് എൻ്റെ ഒരു കത്രി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ പാവൽ അതിൻ്റെ പുറത്തെല്ലാം കയറി പടർന്ന് കിടന്നുകൊണ്ട് അതിൻ്റെ ഇലകളൊക്കെ ഈ പുഴു അരിച്ചൊന്നും കണ്ടില്ല. ഞാൻ എപ്പോഴത് ശ്രദ്ധിച്ചത്. 2-3 ഗ്രോ ബാഗിലും ചാക്കിലൊക്കെ ആയിട്ട് കത്രിയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കായ്ച്ചിട്ടുണ്ട്. അതിപ്പം നമ്മൾ പറിച്ചെടുക്കുക. ഇത് തോരൻ വയ്ക്കാനും മെഴുക്കുവരട്ടി വയ്ക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മൾ നട്ടുണ്ടാക്കുന്നതും കൂടെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി അതിൻ്റെ ടേസ്റ്റ് കൂടുതലാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ ഇനിയും ഒരു ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട് നമ്മൾ ഈ ചെറുതായിട്ട് നട്ടുണ്ടാക്കുന്ന പച്ചക്കറികൾക്കൊക്കെ. എനിക്കത് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ നടുന്നതും അതിൻ്റെ കായ്കൾ വരുന്നത് നോക്കുന്നതും അതിനെ പരിചരിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 1-2 കായ്കൾ അവിടെ നിർത്തിയിട്ടുണ്ട്. അത് വിത്തെടുക്കാൻ വേണ്ടി നിർത്തിയേക്കുന്ന. എൻ്റെ കൂടെ ഇതെല്ലാം പറിക്കാൻ വേണ്ടി ഇച്ചുകൂട്ടനും കൂടെയുണ്ട്, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യുന്നത് അവനുള്ള ദിവസങ്ങളിലായിരിക്കും. കാരണം അവനും ഒരു സന്തോഷമാണല്ലോ. ചീരയൊക്കെ അങ്ങ് വല്ലാണ്ട് മുരടിച്ച് നിൽക്കുക. എന്നുവെച്ചാൽ നല്ല ചൂടാണ് ഇവിടെ. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ വെള്ളത്തിൻ്റെ ഒരു ബലത്തിലാണ് ഈ ചെടികളെല്ലാം നിൽക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഇലയൊക്കെ നല്ല ചെറുതായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഉള്ള ഇലകളെല്ലാം ഞാൻ പറിച്ചെടുത്തു. നമുക്കൊരു ചെറിയ തോരനുള്ളത് കിട്ടും. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചീരയൊക്കെ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായി ചീരയ്ക്ക്. പണ്ടൊന്നും എനിക്ക് ചീര ഇഷ്ടമേ ഇല്ലായിരുന്നു. ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് കിട്ടുന്ന ആ ചീര ഭയങ്കര ടേസ്റ്റിൽ നമ്മൾ കഴിക്കും. ഇതും ചീരയാണ്, ചായാമൻസ ചീര എന്ന് പറയും. അത് അത്യാവശ്യം നന്നായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് 1-2 കാന്താരിയുണ്ട്. ഞാൻ തോരൻ കറിക്കൊക്കെ ഇതിൻ്റെ മുളക് അരയ്ക്കുന്നത്. നല്ല ടേസ്റ്റ് അല്ലേ. ഇപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് കിട്ടിയത്. ഇതെന്താ? ഇതെന്താ? എന്തിൻ്റെ ഫ്ലവറാ? ഇതെന്താ? ഇതെന്താ? പേരയ്ക്കായോ? അതിൻ്റെ പേര് പേരയ്ക്കാന്നാണോ? ഇതെന്താ നോക്കി ഈ ഇല? എന്താ നമ്മൾ തോരൻ വെക്കുകയല്ലേ? എന്താ അത്? ചീര. ആ